ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് ഫ്രണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. നമുക്ക് അപ്പത്തിന്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും പൊറോട്ടയുടെ കൂടെയായാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ക്രീമി ആൻഡ് യമ്മി ആയിട്ടുള്ള ആ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ചിക്കൻ സ്റ്റൂവിന്. നമ്മുടെ വെള്ളയപ്പത്തിന്റെ ഒപ്പരായാലും ചപ്പാത്തിന്റെ കൂടിയാണെങ്കിലും പൊറോട്ടന്റെ കൂടിയായാലും നല്ല രീതിയിൽ മാച്ച് ആയി പോകുന്ന ഒരു കറിയല്ലേ ചിക്കൻ സ്റ്റൂ. അപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. അതൊരു 800 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, ഗരം മസാല വേണം, ഇതിനകത്ത് പെരിഞ്ചീരകം, ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫിന്റെ ചെറിയൊരു കഷ്ണം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഗരം മസാലയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന് ചിക്കൻ സ്റ്റൂവിന് ലാസ്റ്റ് ഒരു വറുത്തിടണം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു അരക്കഷ്ണം ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2 സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് ഒരു 10-12 കാഷ്യൂനട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി, ഒരു ക്യൂബ് സൈസ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പൊടികളായിട്ട് ആവശ്യമുള്ളത് ഗരം മസാല വേണം, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങ വേണം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. നമ്മൾ ചിക്കൻ സ്റ്റൂ ആക്കുന്നതിന് മുന്നേ നമ്മൾ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. ഇത് നമുക്ക് മിക്സിന്റെ ജാറിലിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുത്തു വെച്ച ഗരം മസാല ഉണ്ടല്ലോ, പെരിഞ്ചീരകം, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, ഒരു ബേ ലീഫിന്റെ ചെറിയ കഷ്ണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനം കട്ട് ചെയ്തതും കൂടി ഈ ഗരം മസാല ഇട്ടതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സ്ലൈസ് ചെയ്ത സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇത് നല്ലോണം മൂത്ത് വരണ്ട കേട്ടാ. ഇതിന്റെ കളർ അങ്ങനെ ചേഞ്ച് ആകണ്ട. ചെറുതായിട്ട് സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴുകി വെച്ച കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ആ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും ആ മസാലയും എല്ലാം കൂടി ഇട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മൂക്കുമുണ്ടല്ലോ, നല്ലൊരു മണം കേട്ടാ. ഈ സ്റ്റൂ ഉണ്ടല്ലോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പത്തിന് കേട്ടാ. ഇതാ സവാളയൊന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. സ്റ്റൂ ആയതുകൊണ്ട് അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത്.
ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തരിതരിപ്പായി പൊടിച്ച കുരുമുളകായിരിക്കണം. തീ സിമ്മിൽ ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണേ വേണ്ടു കേട്ടോ, അധികം വേണ്ട. ഗരം മസാലയും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ വൃത്തിയാക്കി വെച്ച ചിക്കനാണ്, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ സ്റ്റൂ വെക്കുമ്പോൾ നമ്മൾ എല്ലുള്ള കഷ്ണം ആണ് എടുക്കേണ്ടത് കേട്ടാ. ഏത് കറി വെക്കുമ്പോഴായാലും എല്ലോട് കൂടിയിട്ട് വെക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ചിക്കൻ ഇട്ട് 1-2 മിനിറ്റ് നമ്മൾ വഴറ്റിയല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ക്യാരറ്റാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റൂ തന്നെ പല ആൾക്കാർ പല രീതിയിൽ ആക്കലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ആക്കുന്ന രീതിയാണ് കാണിച്ചിരുന്നത്. ഇങ്ങനെ ആക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഒരിക്കലും നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ മോനെല്ലാം നല്ല ഇഷ്ടമാണ്, കുട്ടികൾക്കെല്ലാം സ്റ്റൂ എല്ലാം നല്ല ഇഷ്ടമായിരിക്കും. നല്ല സ്പൈസി ആയിട്ടുള്ള കറീനെക്കാട്ടി തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് ചെറുതായിട്ടൊരു ക്രീമി ടൈപ്പുള്ള കറിയെല്ലാം ഇവിടെ മോനെല്ലാം ഇഷ്ടം കേട്ടോ. ചപ്പാത്തിക്കായാലും അപ്പത്തിന്റെ കൂടി ആയാലും കഴിക്കാൻ. ഞാനിവിടെ 2 മിനിറ്റ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടിട്ട് വഴറ്റി കൊടുത്തു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ആ 2ാം പാല് ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2ാം പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ 2ാം പാലിൽ കിടന്നിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ നോക്കിയേ, എല്ലാം ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് നമുക്കിനി ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ കറി. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അണ്ടിപ്പരിപ്പും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ട് നന്നായി തിളച്ച് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരും, കുറച്ച് കട്ടി കൂടി വരും. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കൂടുതൽ തേങ്ങ എടുക്കൊന്നും വേണ്ട, ഒരു 2 പിടി നമ്മൾ സാധാരണ കറിക്കെല്ലാം അരക്കുമ്പോൾ എടുക്കുന്ന തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങ എടുക്കുക, അതിന്റെ 1ാം പാൽ എടുത്തു വെക്കുക, പിന്നെ 2ാം പാൽ എടുത്തു വെക്കുക. അപ്പൊ അത്രേ തേങ്ങാപ്പാലിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഇത് കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് അരച്ച് ചേർക്കുന്നത് കൊണ്ട് നമ്മളെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതുകൊണ്ട് തേങ്ങാപ്പാൽ കൂടുതലില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ചേർത്ത് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റും ഒഴിച്ച് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്ത് ഇനി അധികം തിളപ്പിക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി വാങ്ങി വെക്കാം കേട്ടോ. തേങ്ങന്റെ പാൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊടിപ്പാലായാലും യൂസ് ചെയ്യാം കേട്ടോ. പൊടിപ്പാല്, പാക്കറ്റ് പാല്, പാക്കറ്റ് പൊടി, തേങ്ങാപ്പാലിന്റെ പൊടി തന്നെ ഉണ്ട് കിട്ടാൻ. അപ്പോൾ ആ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടും ഈ സെയിം സാധനം ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റ് ഒരു ടച്ച് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമുക്കിനിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ വറുത്തിടുമ്പോൾ ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിങ്ങയുമാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. ഞാനിവിടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഉള്ളി മാത്രം വറുത്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണക്ക് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തേ ഉള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഉള്ളി അണ്ടിപ്പരിപ്പും ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പെല്ലാം ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരി അണ്ടിപ്പരിപ്പ് ഇടാണ്ടും നമുക്കിത് വറുത്തിട്ട് കൊടുക്കാം. വെറും ഉള്ളി മാത്രം ഇട്ടിട്ടും വറുത്തിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് സ്റ്റൂവിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടാ നല്ല ഭംഗിയില്ലേ കാണാൻ? അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്റ്റൂ ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ അപ്പത്തിന്റെ ഒപ്പരെല്ലാം കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പൊറോട്ടന്റെ കൂടി ആയാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പത്തിന്റെ കൂടി ആയാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ചപ്പാത്തിന്റെ കൂടിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റൂ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.